വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ ആലപ്പുഴക്കാർക്ക് ഡിസംബർ മാസം എന്ന് പറയുമ്പോൾ മുല്ലക്കച്ചിറപ്പും ന്യൂ ഇയറും ബീച്ച് ഫെസ്റ്റിവലും ക്രിസ്മസും എല്ലാം ഒരുമിച്ച് വരുന്ന ഏറ്റവും ഒരു ഫേവറേറ്റ് മന്താണ്. അപ്പോൾ അതേ മുല്ലക്കയിൽ 1-ാം ചിറപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് ചിറപ്പായിട്ട് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും ഇവിടെ. ഇപ്പം തന്നെ ഏകദേശം മണി 6:15 6:30 ഒരു 7 മണിക്ക് ശേഷം നല്ല തിരക്കാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 12-ാം ചിറപ്പിൻ്റെ കാര്യമൊന്നും പറയണ്ട. അന്നൊന്നും നമുക്ക് ഇവിടെ വീഡിയോ എടുക്കാനോ നടക്കാനോ കൂടി സ്ഥലം ഉണ്ടായെന്ന് വരത്തില്ല. അത്രയും തിരക്കായിരിക്കും. ഇരുട്ട് വീണപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ ഈ 12-ാം ചിറപ്പിൻ്റെ അവസ്ഥയൊന്നും ആലോചിക്കുമായിരുന്നു. ന്യൂ ഇയർ സമയത്തും കൂടി എന്തായിരിക്കും അല്ലേ ഇവിടേക്കുള്ള തിരക്ക്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ആലപ്പുഴ മുല്ലക്കച്ചിറപ്പ് 9-ാമത്തെയോ 10-ാമത്തെയോ ചിറപ്പിന് വരണം. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്. ഇത് 7:30-8 മണിയാകുമ്പോഴേ ആൾക്കാരിങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കും. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഇരട്ടി ആൾക്കാരാകും. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തുവാണെന്നറിയാമോ? ഞാൻ നോക്കുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നു മരണക്കിണറിൻ്റെ അവിടെ, ഒരു കുഞ്ഞു മാവയുടെ അവിടെ പോയി നോക്കിയപ്പോഴാണ് കാണുന്നതേ കണ്ട്. നല്ല രസമുണ്ടല്ലേ കേൾക്കാൻ. ഞാൻ ആദ്യം ഓർത്തത് കൊച്ചു കുട്ടിയാണെന്ന്. പിന്നെ അടുത്ത് പോയി ആളെ കണ്ടപ്പോഴാണ് പിടി കിട്ടിയത് അത് കുട്ടിയല്ല, അത് വലിയ ആളാണെന്ന്. ഇവിടെ നമ്മൾ വലിയവരെക്കാട്ടി കൂടുതൽ ഇവിടെ വന്നാൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന കുട്ടികളാണ്. അവർക്ക് വേണ്ടി ട്രെയിന്, കാറ്, ചെറിയ ബൈക്ക്, ഇതേപോലെ ബോട്ട്. അപ്പോൾ നമുക്ക് റോഡിലോട്ട് പോയി രാത്രികാല കാഴ്ചകളും തിരക്കൊക്കെ ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. പിന്നെ ഇത് 1-ാം ചിറപ്പായതുകൊണ്ട് നടക്കാനുള്ള ഗ്യാപ്പുണ്ട്. ഇനി ഒരു 5-ാം ചിറപ്പൊക്കെ കഴിഞ്ഞാൽ അതുപോലും നമുക്ക് കിട്ടത്തില്ല. ഇത് കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കടക്കാരും. ആകെ ഒരു ഡിസംബർ മാസത്തിലെ നമ്മുടെ മണ്ഡല ഉത്സവം എന്ന് പറയുന്ന മുല്ലക്കൽ ചിറപ്പ് ഒരു സംഭവം തന്നെ ശരിക്കും പറഞ്ഞാൽ. ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ ഈ വർഷം ഇല്ല കേട്ടോ. ഒരു വലിയ ഗോപുരമുണ്ട്, ഭീമാ ജ്വല്ലറിയുടെ വലിയൊരു ഗോപുരം ഒരു ജംഗ്ഷനിൽ കാണും. പക്ഷെ അത് ഇപ്രാവശ്യം ഇല്ല. ഈ കുലുക്കി സർബത്ത് നമ്മൾ അറിയാതെ അത് കണ്ട് നിന്ന് വാങ്ങിച്ചു പോകും. കറക്റ്റ് താളത്തിനാണ് അവർ ആ കുലുക്കി സർബത്ത് താഴത്തിട്ട് തട്ടുന്നത് അല്ലേ. മുല്ലക്കച്ചിറപ്പിൻ്റെ ഡേറ്റ് നമ്മൾ ഓർത്തിരുന്നില്ലെങ്കിലും ഇവിടെ കണ്ടോ, രാജസ്ഥാനി കച്ചവടക്കാർ അതിന് 10 ദിവസം മുമ്പേ ഇവിടെ ഫാമിലിയായിട്ട് എത്തിയിരിക്കും. കുട്ടികളും അച്ഛനും അമ്മയും എല്ലാവരും വന്നിട്ട് ഇവിടെ മൊത്തം ഗ്രൗണ്ടിൽ സ്റ്റേ ആയിരിക്കും. ഇപ്രാവശ്യം ഇത്തിരി കുറവാണെന്ന് തോന്നുന്നു. ഇവനാണ് മുല്ലക്കലമ്പലത്തിലെ ബാലകൃഷ്ണൻ. ഒരു 5-ാമത്തെ 6-ാമത്തെ ചിറപ്പിന് നെറ്റിപ്പട്ടമൊക്കെ അണിഞ്ഞ് ഈ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന കാണാം. ക്യാമറ ഞാൻ എടുക്കുന്നത് കണ്ടിട്ടാന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് സ്റ്റില്ലായിട്ട് നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ ഇല വന്നപ്പോഴാണ് അനങ്ങിയത് ആശാൻ. ഇതിനു മുമ്പേ ഫോട്ടോ എടുത്ത എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഇപ്പോൾ ഏകദേശം രാത്രി ഒരു 12 മണിയായി. ചിറപ്പൊക്കെ കഴിഞ്ഞ് പോകാമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ടൊവിനോ തോമസിനെ പോലെ ഒരാളെ കണ്ടത്. ആരാന്ന് മനസ്സിലായല്ലോ, നമ്മുടെ റീൽസൊക്കെ ചെയ്യുന്ന ഷെഫീഖ്. അങ്ങനെ ഷെഫീഖുമായിട്ട് ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. എന്നെ കണ്ടപ്പോൾ തന്നെ അഷ്കറേന്ന് ഇങ്ങോട്ട് വിളിച്ചു, ഞാനും ഷെഫീഖെന്ന് വിളിച്ചു. നമ്മൾ ഇതിനു മുമ്പ് പരിചയമില്ലെങ്കിലും സോഷ്യൽ മീഡിയ വഴി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയായിരുന്നു. അങ്ങനെ കണ്ടു കുറേ നേരം ഷെഫീഖുമായിട്ട് സംസാരിച്ചു. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. സത്യം പറഞ്ഞാൽ ദൂരത്തുനിന്ന് കണ്ടപ്പോൾ ഞാൻ വരെ വിചാരിച്ചു പോയി അത് ടൊവിനോ തോമസ് ആയിരിക്കുമെന്ന്. അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് അത് ഷെഫീഖായിരുന്നെന്ന്. അല്ല, ഏകദേശം ടൊവിനോനെ പോലെയൊക്കെ തന്നെ ഉണ്ട്. തല്ലുമാല ആ ഒരു സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സെറ്റപ്പ്. ഇത് കണ്ടോ, രാജസ്ഥാനി കുട്ടികളെ കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിക്കേ. ഇവരെ ഒന്ന് കുളിപ്പിച്ചൊക്കെ റെഡിയാക്കുവാണെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും അല്ലേ. എന്തു പറയാനാ, അവരുടെ ജീവിതശൈലി അങ്ങനെ ആയിപ്പോയല്ലോ. അവർക്കിങ്ങനെ ഓരോ സ്ഥലത്ത് ഉത്സവവും എല്ലാം നടക്കുമ്പോൾ അവിടെ കച്ചവടം കാര്യങ്ങൾ, വിദ്യാഭ്യാസത്തിലൊന്നും അവർക്ക് പ്രാധാന്യമില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക്